ചെമ്പനിപ്പു സീരിയലിന്റെ നാളത്തെ എപ്പിസോഡ് റിവ്യൂ വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പായിട്ട് ഡെയിലി അപ്കമിംഗ് എപ്പിസോഡ് റിവ്യൂ വിശേഷങ്ങൾ കേൾക്കാൻ താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോ ലൈക്ക് ചെയ്തൊന്ന് സഹായിക്കണേ. സച്ചിൻ രേവതിയും എങ്ങനെയാണ് ഇനിയിപ്പോൾ 3 ലക്ഷം രൂപ ഒപ്പിക്കാൻ വേണ്ടി പറ്റുക എന്നുള്ള കാര്യത്തെക്കുറിച്ച് ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ്. രേവതി ഇതിനു മുമ്പ് ഒരു ഫൈനാൻസിന്റെ അടുത്തുനിന്ന് കടം മേടിക്കാറുണ്ടായിരുന്നേ. അയാളടുത്തും കൂടി ഒന്ന് ചോദിച്ചു നോക്കാം എന്ന് രേവതി പറയുന്നുണ്ട്. എന്തായാലും രേവതി ഈ വർക്ക് എടുത്ത് ചെയ്യുന്നുള്ള ഉറച്ച തീരുമാനത്തിൽ തന്നെയാണ് കേട്ടോ. അതേസമയം ചന്ദ്രമതിയാണെന്നുണ്ടെങ്കിൽ ഇവൾ ഒരിക്കലും ഈ വർക്ക് ചെയ്യരുത്, ഇനി ഈ ഫീൽഡിൽ നിൽക്കരുതെന്ന് വിചാരിച്ചിട്ട് രേവതിയെ തകർക്കാൻ വേണ്ടിയിട്ട് നല്ലൊരു ആളെയാണല്ലോ ഇപ്പൊ കിട്ടിയിരിക്കുന്നത്, അതും എതിരാളിയായി നിൽക്കുന്ന ഹേമയെ. അതുകൊണ്ട് എളുപ്പമായിരിക്കും രേവതിയെ തകർക്കാനെന്ന് മനസ്സിലാക്കിക്കൊണ്ട് രേവതിയുടെ എല്ലാ നീക്കങ്ങളും ഹേമയെ അറിയിക്കുക എന്നുള്ള ലക്ഷ്യത്തോട് കൂടിയിട്ട് ഹേമയുടെ അടുത്ത് ഭാമയുടെ വീട്ടിലേക്ക് വരാൻ വേണ്ടിയിട്ട് പറയുകയാണേ. ഭാമയുടെ വീട് എവിടെയാണെന്ന് ലൊക്കേഷനൊക്കെ അയച്ചു കൊടുത്ത് ഹേമ അങ്ങോട്ടേക്ക് എത്തുന്നുണ്ട്. ഹേമ വരുന്ന സമയത്ത് തന്നെ നമ്മുടെ ഭാമയെ കൊണ്ട് സ്വീറ്റ് ഒക്കെ ഉണ്ടാക്കിപ്പിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. കാരണം രേവതിയെ തകർക്കാനുള്ള ഒരാളെ കിട്ടിയിരിക്കുകയാണ്. അത് മാത്രമല്ല അവൾക്ക് 3 ലക്ഷം രൂപ അത്ര പെട്ടെന്നൊന്നും ഒപ്പിക്കാൻ വേണ്ടി പറ്റില്ല എന്നുള്ള കാര്യവും ചന്ദ്രമതിക്ക് അറിയാം. ആ സന്തോഷ വാർത്തയൊക്കെ ഒന്ന് അറിയിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഹേമയെ വിളിച്ചു വരുത്തിയിരിക്കുന്നത്. ആദ്യം തന്നെ ഹേമയ്ക്ക് മധുരമൊക്കെ കൊടുക്കുന്നുണ്ട്. എന്നതിന് ശേഷം കാര്യം പറയാൻ വേണ്ടി പറയുകയാണേ. രേവതിയല്ലേ നിങ്ങൾക്ക് എതിരാളിയായിട്ട് നിൽക്കുന്നത്? അതെ, നിങ്ങളുടെ മരുമകളെന്ന് ഹേമ പറയുന്നത് കേട്ട ഉടൻ തന്നെ അയ്യോ അങ്ങനെയൊന്നും പറയരുത്, അവള് എന്റെ മരുമകളല്ല എന്ന് ചന്ദ്രപതി പറഞ്ഞു കേട്ട ഉടനെ തന്നെ അപ്പോ ശ്രുതി നിന്റെ മരുമകളാണെന്നുള്ള കാര്യം പറയാൻ വേണ്ടി പറ്റുമോ ചന്ദ്ര എന്ന് ഭാമ ചുമക്കാളിയാക്കി ചോദിക്കുന്നുണ്ട് കേട്ടോ. അത് കേട്ട് ഭാമ അങ്ങനെ നോക്കുകയാണ് കേട്ടോ ചന്ദ്ര. ഇത്ര നാള് നീ അവളാണ് മരുമകൾ എന്നുള്ള കാര്യമല്ലേ പറഞ്ഞുകൊണ്ടിരുന്നത്, അവള് മാത്രമാണ് നിന്റെ മരുമകള് എന്ന്. ഇപ്പോ അതിനും കോട്ടം പറ്റിയില്ലേ? പിന്നെ വർഷയാണെന്നുണ്ടെങ്കിൽ നീ മരുമകളാണെന്നുള്ള കാര്യം പറയത്തില്ല. പിന്നെ ചന്ദ്ര ആരാ നിന്റെ മരുമകൾ എന്ന് ചോദിക്കാണ് കേട്ടോ ഭാമ. എനിക്ക് ആരും മരുമകളായിട്ട് വേണ്ട, എനിക്ക് മരുമകൾ വേണ്ട എന്നൊക്കെ പറഞ്ഞിട്ട് ഭാമയുടെ അടുത്ത് ദേഷ്യം പിടിപ്പിക്കും. ഇപ്പോ ആ കാര്യത്തിനല്ലല്ലോ നമ്മൾ ഇവിടെ വന്നിരിക്കുന്നത്. ആ വലിയ ഓർഡർ രേവതി എടുത്ത് ചെയ്യാൻ വേണ്ടി പോകുന്നു എന്നുള്ള കാര്യത്തെക്കുറിച്ച് പറഞ്ഞില്ലേ? എനിക്കറിയാം എന്ന് ഹേമ പറഞ്ഞ കേട്ട ഉടനെ അതിനു വേണ്ടിയിട്ട് പൂ മേടിക്കാൻ വേണ്ടി 5 ലക്ഷം രൂപ അവൾക്ക് അഡ്വാൻസ് ആയിട്ട് കൊടുക്കണം. അവരുടെ കയ്യിൽ എന്തോ 2 ലക്ഷം രൂപയായിട്ട് ഉണ്ടെന്ന് തോന്നുന്നു. 3 ലക്ഷം രൂപയ്ക്ക് അവര് ഇപ്പോ തേടി അലഞ്ഞുകൊണ്ടിരിക്കുവാണ്. അതിനു വേണ്ടിയിട്ട് എന്റെ ഭർത്താവാണെന്നുണ്ടെങ്കിൽ ആധാരം പണയം വെച്ചിട്ട് അവൾക്ക് പണം കൊടുക്കുക എന്നുള്ള കാര്യം പറഞ്ഞു. അപ്പൊ നിങ്ങള് അങ്ങനെ പണം കൊടുക്കാൻ വേണ്ടി പോവാണോ എന്ന് ഹേമ ചോദിക്കുവാണേ. അത് ഞാൻ എങ്ങനെയാ അങ്ങനെ കൊടുക്കുന്നത്? അതില് ഓൾറെഡി കടം മേടിച്ചിട്ടുണ്ട്. ഇപ്പൊ തന്നെ അത് മൊത്തത്തിൽ അടച്ചു തീർത്ത് ആധാരം തിരിച്ചു വാങ്ങാവുന്നതേ ഉള്ളൂ. പക്ഷെ അങ്ങനെ മേടിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ സച്ചിയുടെ കണ്ണ് ആ ആധാരത്തിലായിരിക്കും. ഉടനെ തന്നെ നമ്മുടെ ചന്ദ്ര പറയുന്നുണ്ട് കേട്ടോ, സച്ചി അങ്ങനെയൊന്നുള്ള ഒരാളല്ല എന്ന്. നീ പേടിക്കേണ്ടതേ നിന്റെ മൂത്ത മകൻ സുധിയാണ്. ആധാരം പണയം വെച്ചിട്ട് പണം കൊടുക്ക എന്നാണ് എന്റെ ഭർത്താവ് പറഞ്ഞത്. പക്ഷേ അത് നടക്കില്ല എന്നുള്ള കാര്യം പറഞ്ഞിട്ട് ഞാൻ അപ്പം തന്നെ ഓഫ് ചെയ്തിട്ടുണ്ട്. എന്തായാലും രേവതിയെ നിങ്ങളെ എതിരാളിയായിട്ട് വളർത്താൻ വേണ്ടിയിട്ട് ഞാനും അനുവദിക്കില്ല. എന്തായാലും അവൾക്ക് ആ വഴിയെ പണം കിട്ടില്ല എന്നുള്ള കാര്യം പറയാണേ. അതിനെ ഹേമ ചന്ദ്രയുടെ അടുത്ത് നന്ദിയൊക്കെ പറയുന്നുണ്ട് കേട്ടോ. ഇതല്ലാതെ അവൾക്ക് പണം കിട്ടാൻ മറ്റെന്തെങ്കിലും വഴിയുണ്ടോ എന്ന് ഹേമ ചോദിക്കുന്നുണ്ട് കേട്ടോ. ഒരുപക്ഷെ എന്റെ അമ്മായിമ്മയുടെ അടുത്ത് ചോദിച്ചു കഴിഞ്ഞു കഴിഞ്ഞാല് പണം കിട്ടാൻ സാധ്യതയുണ്ട്. പക്ഷെ അതും അത്ര പെട്ടെന്ന് നടക്കില്ല. കാരണം പണം ചോദിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ സ്ഥലം എന്തെങ്കിലും വിറ്റിട്ടായിരിക്കും പണം അറേഞ്ച് ചെയ്ത് കൊടുക്കാൻ വേണ്ടി പോകുന്നത്. അതെന്തായാലും 2 ദിവസം കൊണ്ട് നടക്കില്ലല്ലോ. അതുകൊണ്ട് തന്നെ ആ വഴിയും അവക്ക് പണം കിട്ടില്ല. അതുകൊണ്ട് തന്നെ ആ ഓർഡർ നിങ്ങളുടെ കൈകളിൽ തന്നെ എത്തും. എന്തായാലും നിങ്ങൾ എനിക്ക് നല്ലൊരു ഉപകാരം തന്നെയാണ് ചെയ്തിരിക്കുന്നത്. ഇനി അവളെ എന്തായാലും വളരാൻ വേണ്ടിയിട്ട് ഞാൻ അനുവദിക്കില്ല. അവളെ ഇനി ഒരു ഓർഡർ എടുക്കില്ല. അത് മാത്രമല്ല അവളുടെ അമ്മ പൂക്കട വെച്ചിരിക്കല്ലേ അമ്പലത്തിന്റെ അടുത്ത്, അവിടെ തൊട്ടടുത്ത് അവളെ കൊണ്ട് ഞാനൊരു കട ഇടിപ്പിക്കും. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ എത്രയും വേഗം തന്നെ അത് ചെയ്ത് കാണിക്കേ. അവള് വലിയ ബിസിനസ് വുമൺ ആണെന്നുള്ള രീതിയിലാണ് സംസാരിക്കുന്നത്. അവളെ കൊണ്ടുള്ള ശല്യം താങ്ങാൻ വയ്യ. അവളെല്ലാം അവസാനം വരെ വെറും പൂ കെട്ടുന്നവളായിട്ട് തന്നെ നിൽക്കണം. അത് ഉറപ്പായിട്ട് നടക്കും. ഞാൻ എന്തായാലും ഇറങ്ങട്ടെ എന്ന് പറഞ്ഞിട്ട് ഹേമയ്ക്ക് ഭയങ്കര സന്തോഷത്തോടു കൂടി തന്നെയാണ് കേട്ടോ അവിടെ നിന്ന് ഇറങ്ങുന്നത്. കാരണം ചന്ദ്രമതി സ്വന്തം വീട്ടിലുള്ള അമ്മായിമ്മ തന്നെ അവളെ തകർക്കാൻ വേണ്ടി നോക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ അത് ഹേമയ്ക്ക് കുറച്ചുകൂടി സൗകര്യമായല്ലോ. അവിടുത്തെ കാര്യങ്ങൾ അറിയാനും അതുപോലെ തന്നെ അവക്കിട്ട് പണി കൊടുക്കാനും. ഇനിയിപ്പോ ഇവളുടെ സ്വഭാവം വെച്ചിട്ട് ഇവളെ ഒന്ന് ചെറുതായിട്ടൊന്ന് പൊക്കി കൊടുത്താൽ മതി എന്നുള്ള കാര്യം കൂടി നമ്മുടെ ഹേമ മനസ്സിലാക്കുന്നുണ്ട് കേട്ടോ. ഒറ്റ നോട്ടത്തിൽ തന്നെ ചന്ദ്രയുടെ സ്വഭാവം എന്താന്നുള്ള കാര്യം ഹേമയ്ക്ക് വേഗം വ്യക്തമാവുന്നുണ്ട്. അങ്ങനെ ഹേമ അവിടുന്ന് പോയി കേട്ടോ. കഴിഞ്ഞ ശേഷം എന്താ ചന്ദ്ര നീ ഈ കാണിച്ചത്? ശ്രുതി കഴിവില്ലാത്ത വീട്ടിലെ പെണ്ണാണെന്ന് പറഞ്ഞിട്ട് അവളെ നീ
പിടിച്ച് പുറത്താക്കി. ഇപ്പൊ രേവതിയാണെങ്കിൽ നല്ല കഴിവുള്ള കുട്ടിയാണ്. എന്തിനാണ് അവളെ ഇങ്ങനെ തകർക്കാൻ വേണ്ടി നീ നോക്കുന്നത്? അവളുടെ വളർച്ച നീ എന്തിനാണ് തകർക്കാൻ വേണ്ടി നോക്കുന്നത്? അവള് സമ്പാദിച്ച് പണം ഉണ്ടാക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ അതും നിനക്കും ഗുണമുള്ള കാര്യം തന്നെയല്ലേ? അവളെ കൊണ്ട് എനിക്ക് എന്ത് ലാഭം വരാനാന്ന് ചന്ദ്ര ചോദിക്കുന്നുണ്ട്. ഇത് നോക്ക് ചന്ദ്രേ, ഇപ്പൊ നീ ഉണ്ടല്ലോ, ഇപ്പൊ നീ ശ്രുതിയെയും അതുപോലെ തന്നെ രേവതിയെയും ഒരേ രീതിയിലാണ് കാണുന്നത്. എന്നാൽ രേവതിയുടെ ഭാഗത്ത് വെയിറ്റ് കുറച്ച് കൂടുതലാണ്. കാരണം അവൾ സത്യസന്ധമായിട്ട് മുന്നേറാൻ വേണ്ടി നോക്കുന്നവളാണ്. ശ്രുതിയാണെങ്കിൽ നിന്റെ അടുത്ത് കള്ളം പറഞ്ഞിട്ട് നിന്നെ പറ്റിക്കുക ചെയ്തത്. നിന്നെ ഒരുപാട് കള്ളം പറഞ്ഞ് പറ്റിച്ചിട്ടുണ്ട്. നീ അവളെ തലയിലേറ്റ് നടക്കുകയല്ലേ ചെയ്തത്. എന്നാൽ രേവതി അങ്ങനെയല്ല, സത്യസന്ധമായിട്ട് അധ്വാനിച്ചിട്ട് മുന്നേറാൻ വേണ്ടി വരുന്നവളാണ്. അവള് സമ്പാദിച്ചു കഴിഞ്ഞാൽ അത് നിനക്കും നല്ലതല്ലേ ചന്ദ്ര എന്ന് ചോദിക്കുമ്പോ അവള് സമ്പാദിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് അവളുടെ ഒരു തേങ്ങാക്കൊലയും വേണ്ട. അവള് പൂക്കിട്ടുന്നവളാണ്. അവൾ എന്നും പൂക്കിട്ടുന്നവളായിട്ട് തന്നെ അവസാനം വരെ ഇരിക്കണം. അതാണ് എന്റെ ആഗ്രഹം എന്ന് പറഞ്ഞിട്ട് ചന്ദ്ര അവിടെ നിന്ന് അങ്ങ് പോവാണ് കേട്ടോ ചെയ്യുന്നത്. രേവതിയെ തകർക്കാനുള്ള ചന്ദ്രയുടെ ആ മുനഭാവം ഒന്നും നമ്മുടെ ഭാമയ്ക്ക് അത്ര അങ്ങ് ഉൾക്കൊള്ളാൻ വേണ്ടിയിട്ട് പറ്റുന്നില്ല കേട്ടോ. രേവതിയാണെന്നുണ്ടെങ്കിൽ ഒരു ഫൈനാൻസിനെ കാണാൻ വേണ്ടിയിട്ട് പോവാണ് കേട്ടോ. ആ ഫൈനാൻസിനും രേവതിയും തമ്മിൽ മുന്നേ പരിചയമുള്ള ആൾക്കാരാണ്. അവരെടുത്ത് പോയിട്ട് രേവതി ഇങ്ങനെ കാര്യങ്ങൾ പറയുവാണേ. ഈ ഫൈനാൻസിന് എന്ന് പറയുന്ന ആളുണ്ടല്ലോ, അദ്ദേഹമാണ് നമ്മുടെ ഹേമയുടെ ഭർത്താവ്. അതൊന്നും നമ്മുടെ രേവതിക്ക് അറിയില്ല. പക്ഷെ രേവതി ഇങ്ങനെ പറയുന്നുണ്ട്, സർ പുതിയൊരു ഡെക്കറേഷന്റെ ഓർഡർ കിട്ടിയിട്ടുണ്ട്. ഏകദേശം 8.25 ലക്ഷത്തോളം രൂപ വരുന്നതാണ്. അതിന്റെ പൂ മേടിക്കാൻ വേണ്ടി മാത്രമായിട്ട് 5 ലക്ഷം രൂപയാണ് അഡ്വാൻസ് ആയിട്ട് അവർ കൊടുക്കാൻ വേണ്ടി പറഞ്ഞിരിക്കുന്നത്. അതിൽ 2 ലക്ഷം രൂപ എന്റെ കയ്യിലുണ്ട്. 3 ലക്ഷം രൂപയുടെ ആവശ്യമാണ് ഉള്ളതെന്നൊക്കെ രേവതി ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. അത് മാത്രമല്ല സർ, ഈ ഓർഡർ എന്റെ കൈവിട്ട് പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ അത് വലിയൊരു തോൽവി പോലെ തന്നെ ആയിരിക്കും എനിക്ക്. കാരണം എന്റെ കൂടെ മത്സരിക്കാൻ വേണ്ടിയിട്ട് ഹേമ എന്ന് പറയുന്ന ഒരു സ്ത്രീയും കൂടി ഉണ്ടെന്ന് പറയുവാണ്. എന്നെ പോലുള്ള ആളുകൾക്കൊന്നും ഇങ്ങനത്തെ ഓർഡർ എടുക്കാൻ വേണ്ടി പറ്റില്ല എന്ന് അവർ കളിയാക്കുന്ന രീതിയിൽ പറയുന്നു സർ. എന്നെ കൊണ്ട് ഇതൊന്നും ചെയ്യാൻ വേണ്ടി പറ്റില്ല എന്ന് പറഞ്ഞിട്ട് അവർ കളിയാക്കാണ്. പക്ഷെ സാർ, എനിക്ക് വിശ്വാസമുണ്ട് എന്നെ കൊണ്ട് ചെയ്യാൻ വേണ്ടി പറ്റുമെന്ന്. അതുമാത്രമല്ല എന്റെ ഡെക്കറേഷൻസും കാര്യങ്ങളൊക്കെ ഇഷ്ടപ്പെട്ടിട്ടാണ് ആ മണ്ഡപത്തിലെ മാനേജർ ഈ ഓർഡർ എനിക്ക് തന്നത്. ഹേമയുടെ സ്വഭാവം അറിയാവുന്നതുകൊണ്ട് തന്നെ രേവതിയെ അതിൽ നിന്ന് പിന്തിരിപ്പിക്കാനാണ് കേട്ടോ അദ്ദേഹം ശ്രമിക്കുന്നത്. അത്രയും പണം റെഡിയാക്കി കഴിഞ്ഞു കഴിഞ്ഞാലും നിങ്ങൾക്ക് ഒരു കോമ്പറ്റീറ്റർ ഉണ്ടെന്നല്ലേ പറഞ്ഞത്. അവരെങ്ങനെയും നിങ്ങളുടെ ഓർഡർ തട്ടിയെടുക്കാൻ വേണ്ടി ശ്രമിക്കും. ഒരുപക്ഷെ നിങ്ങൾക്ക് ഈ ഓർഡർ കൈവിട്ട് പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് എങ്ങനെയാണ് ഈ പണം തരാൻ വേണ്ടി പറ്റുക? അത് നിങ്ങൾക്ക് നഷ്ടമായിട്ട് മാറും. ഇത് കുറച്ച് റിസ്ക് ഉള്ള കാര്യമാണ് രേവതി. അതുകൊണ്ട് ഇതിൽ നിന്നും പണം തരാൻ വേണ്ടിയിട്ട് തനിക്ക് പറ്റില്ല. വേറെ എവിടെന്നെങ്കിലും അറേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേട്ടോ രേവതിയുടെ അടുത്ത് പറയുന്നത്. അത് രേവതിക്ക് ഭയങ്കരമായിട്ട് വിഷമാകുന്നുണ്ട്. എപ്പോ പണത്തിന് ആവശ്യമുണ്ടെന്നുണ്ടെങ്കിലും ആ ഫൈനാൻസിൽ രേവതിയുടെ അടുത്ത് വന്നോളാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ടായിരുന്നു മുമ്പ്. പക്ഷേ ഇങ്ങനെ ഒരു റിസ്ക് ഉള്ളതുകൊണ്ട് തന്നെ രേവതി ആ കുഴിയിൽ കൊണ്ടുപോയി ചാടിക്കണ്ട എന്ന് കരുതിയിട്ടാണ് ആ ഫൈനാൻസർ രേവതിയെ പിന്മാറ്റാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നത് കേട്ടോ. പണമൊക്കെ കൊടുത്തതിന് ശേഷം ഈ ഹേമയാണെങ്കിൽ എന്തെങ്കിലും പണി ഒപ്പിക്കും. രേവതിയുടെ പണവും പോകുന്നുള്ള കാര്യം അറിയാവുന്നത് കൊണ്ട് തന്നെയാണ് അദ്ദേഹം ഇങ്ങനെയൊക്കെ പറഞ്ഞത്. സാറ് അവർക്ക് പണം കൊടുക്കാതിരുന്ന എന്നുള്ള കാര്യം രേവതി പോകുന്ന സമയത്ത് ഈ ഹേമയുടെ ഹസ്ബൻഡിന്റെ കൂടെ നിൽക്കുന്ന ആള് ചോദിക്കുന്നുണ്ട് കേട്ടോ. അവൾക്ക് പണം കൊടുക്കുന്നതിൽ എനിക്ക് ഒരു ബുദ്ധിമുട്ടുമില്ല. പക്ഷേ അവള് കോമ്പീറ്റ് ചെയ്ത് നിൽക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് ഹേമയുടെ കൂടെയാണ്. ഹേമയെ കുറിച്ചിട്ട് നമുക്ക് അറിയാലോ, ഈ പെൺകുട്ടി ഒരു പാവമാണ്. ഇവളെങ്ങാനും ഈ പണം കൊടുത്തിട്ട് ഓർഡർ കിട്ടിക്കഴിഞ്ഞു കഴിഞ്ഞാലും ആ ഓർഡർ ഹേമയ്ക്ക് കിട്ടാൻ വേണ്ടിയിട്ട് അവൾ എന്തെങ്കിലുമൊക്കെ പണി ചെയ്യും. പാവം ഈ പെൺകുട്ടിയാണ് അവസാനം ബുദ്ധിമുട്ടാൻ വേണ്ടി പോവുക. അതൊക്കെ നിൽക്കട്ടെ, ഞാന് ഇനിയിപ്പം രേവതിക്ക് പണം കൊടുത്തു, ഞാനാണ് ഈ പണം കൊടുത്തതെന്നുള്ള കാര്യം ഹേമ അറിഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടാക്കിയിട്ട് ഈ പെൺകുട്ടിയെ കുരുക്കിലാക്കുകയും അതുമാത്രമല്ല അവളോടുള്ള ദേഷ്യം ഇനിയും കൂടുകയേ ചെയ്യുള്ളൂ. അതുകൊണ്ട് തന്നെ അവര് എന്തും ചെയ്യാൻ വേണ്ടി മടിക്കില്ല. അത് ആ പെൺകുട്ടിക്ക് നല്ലതല്ല. അവൾക്ക് ഒരിക്കലും ഹേമ കാരണം ഒന്നും സംഭവിക്കാൻ വേണ്ടി പാടില്ല. അതുകൊണ്ടാണ് ഞാൻ പണം കൊടുക്കാതിരുന്നത്. സർ, എന്തായാലും അവര് നിങ്ങളെ കാണാൻ വേണ്ടി വന്നത് ഒരുപാട് പ്രതീക്ഷയോട് കൂടിയിട്ടാണ്. ഇപ്പോ വളരെ സങ്കടത്തിലാണ് പോയെന്നുള്ള കാര്യം പറയുന്ന സമയത്ത് അത് എനിക്കും അറിയാം. പക്ഷെ ആ പെൺകുട്ടിക്ക് എപ്പോ സഹായം ചെയ്യണം എന്നുള്ള കാര്യം എനിക്കറിയാം. രേവതിയാണെന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിന്റെ അടുത്ത് പണം കിട്ടാത്തതിന്റെ വിഷമത്തിൽ ഇങ്ങനെ പുറത്തു നിന്ന് സങ്കടപ്പെടുവാണേ. അങ്ങനെ രേവതി കുറച്ചു നേരം വിഷമിച്ചൊക്കെ അവിടെ നിന്ന് വണ്ടി എടുത്ത് പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് സച്ചി വിളിക്കുന്നത്. വണ്ടി സൈഡാക്കിയിട്ട് സച്ചിയുടെ ഫോൺ എടുക്കുന്നുണ്ട്. രേവതി എവിടെയുള്ളതെന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ വണ്ടിയിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. വണ്ടി നിർത്തിയതിന് ശേഷമല്ലേ ഫോണിൽ സംസാരിക്കുന്നതെന്ന് ചോദിക്കുമ്പോൾ അതെ. അല്ല രേവതി, നീ ഫൈനാൻസിനെ കാണാൻ വേണ്ടി പോയല്ലോ, നീ പണം അറേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ഫൈനാൻസിനെ കാണാൻ വേണ്ടി പോയല്ലോ, എന്തായി എന്നുള്ള കാര്യം സച്ചി ചോദിക്കുന്നുണ്ട്. അവർക്ക് തരാൻ വേണ്ടി പറ്റില്ല എന്ന് സച്ചേട്ടാ പറഞ്ഞു. നീ എപ്പോ വേണമെങ്കിലും പണം ചോദിച്ചു കഴിഞ്ഞാൽ അവർ തരാന്നുള്ള കാര്യമല്ലേ പറഞ്ഞത്? അങ്ങനെയൊക്കെ ആയിരുന്നു പറഞ്ഞത്. പക്ഷെ ഇപ്പോ അദ്ദേഹത്തിന്റെ കയ്യിൽ അത്രയും പണം ഇല്ല എന്നുള്ള കാര്യമാണ് പറഞ്ഞത്. അതെന്തായാലും രേവതി വിട്ടേക്ക്. അവര് ആദ്യം നോക്കുക നമുക്ക് പണം തിരികെ കിട്ടുമോ ഇല്ലയോ എന്നുള്ള കാര്യമാണ്.
ആ ഫൈനാൻസസ് ഒക്കെ അല്ലെങ്കിലും ഇങ്ങനെ തന്നെയാണ്, അതെന്തായാലും വിട്ടേക്ക്. ഇനിയിപ്പോൾ എന്താ അടുത്ത വഴി എന്നുള്ള കാര്യം രേവതിയുടെ അടുത്ത് ചോദിക്കുന്നുണ്ട്. എന്താണ് ചെയ്യേണ്ടതെന്നുള്ള കാര്യം അറിയില്ല, ഞാൻ ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ്. നീ എന്തായാലും സമാധാനമായിട്ട് ആലോചിക്കേ, വെറുതെ മനസ്സ് വിഷമിപ്പിക്കാൻ വേണ്ടി നിൽക്കണ്ട, എല്ലാം റെഡി ആവുന്നൊക്കെ പറഞ്ഞിട്ട് ആശ്വസിപ്പിക്കുന്നുണ്ട് കേട്ടോ സച്ചി. അങ്ങനെ സച്ചി വണ്ടിയിൽ പോയിക്കൊണ്ടിരിക്കുന്ന കറക്റ്റ് സമയത്ത് തന്നെ പോലീസുകാരുടെ ചെക്കിങ്ങും ഉണ്ട് കേട്ടോ. ചെക്കിങ് നടക്കുന്നതിനിടയ്ക്ക് സച്ചിയുടെ വണ്ടി നിർത്താൻ വേണ്ടി പറയുകയും അരുൺ തന്നെ വന്നിട്ട് സച്ചിയുടെ അടുത്ത് ഊതാൻ വേണ്ടിയിട്ട് പറയുന്നുണ്ട്. കുടിച്ചോ എന്നുള്ള കാര്യം നോക്കാൻ വേണ്ടിയിട്ട്. ഞാൻ കുടിച്ചിട്ടില്ല സാർ, അതുകൊണ്ട് ഞാൻ ഊതില്ല. താൻ ഊതിയിട്ടില്ലെന്നുണ്ടെങ്കിൽ തന്റെ പേരിൽ കേസ് ഇടുമെന്ന് പറയണേ. കുടിക്കാത്ത ഞാന് ഊതിയിട്ടില്ലെങ്കിൽ സാറ് പിന്നെ എന്ത് കേസാണ് എടുക്കാൻ വേണ്ടി പോകണമെന്നുള്ള കാര്യം നമുക്കൊന്ന് നോക്കണമെന്ന് പറഞ്ഞിട്ട് സച്ചിയും അവിടെ ദേഷ്യത്തിൽ തന്നെ നിൽക്കുവാണ്. കാരണം സച്ചിയെ ഓൾറെഡി കുരുക്കാൻ വേണ്ടി നോക്കിയതായിരുന്നല്ലോ, ആ ഒരു ദേഷ്യം സച്ചിക്കുണ്ട്. അങ്ങനെ അരുൺ പ്രശ്നം ഉണ്ടാക്കാൻ വേണ്ടി പോകാന്നുള്ള കാര്യം മനസ്സിലാകുമ്പോഴേക്കും കൂടെയുള്ള പോലീസുകാരനാണെങ്കിൽ സാർ അവനെ വിട്ടേക്ക്, അവൻ കുടിച്ചിട്ടില്ല എന്നുള്ള കാര്യം പറഞ്ഞിട്ട് അങ്ങ് വെറുതെ വിടാൻ വേണ്ടി പറയുവാണ്. അരുണിന് ആ പകയും മനസ്സിലിങ്ങനെ കിടക്കുന്നുണ്ട് കേട്ടോ. തുടർന്ന് സച്ചിയാണെങ്കിൽ വണ്ടി എടുത്ത് അങ്ങ് പോകുന്നുണ്ട്. അത് കഴിഞ്ഞ് രേവതി ആണെങ്കിൽ വീട്ടിലേക്ക് ചെല്ലുവാണ് കേട്ടോ. അമ്മയുടെ അടുത്ത് ഈ പണത്തിന്റെ കാര്യങ്ങളെ കുറിച്ചിട്ടൊക്കെ സംസാരിക്കുന്നുണ്ട്. ഇനിയിപ്പോ എങ്ങനെയാ മോളെ പണം അറേഞ്ച് ചെയ്യാ? ഒന്നും പറയണ്ട അമ്മേ, ഇനി എന്താ ചെയ്യേണ്ടെന്നുള്ള കാര്യം എനിക്കറിയില്ല. സച്ചേട്ടന്റെ അച്ഛനാണെന്നുണ്ടെങ്കിൽ വീടിന്റെ ആധാരം പണയം വെച്ചിട്ട് പണം എടുത്തു തരാന്ന് പറഞ്ഞു. അപ്പോഴേക്കും അമ്മ കുറുകെ ചാടി അതിന് എതിര് നിന്ന് എന്നെ വെറുതെ കുറെ ചീത്ത വിളിച്ചു എന്ന് പറയാണ്. എന്റെ പൊന്നു മോളെ, ദയവ് ചെയ്തിട്ട് നീ അവരുടെ കയ്യിൽ നിന്നൊന്നും പണം മേടിച്ചേക്കല്ലേ, അല്ലെങ്കിൽ തന്നെ ആ പെണ്ണുങ്ങളുടെ വായിലിരിക്കുന്നത് കേൾക്കാൻ വയ്യ. അല്ലെങ്കിലും അമ്മ, ഞാൻ എന്തിനാണ് അവരുടെ കയ്യിൽ നിന്ന് പണം മേടിക്കാൻ വേണ്ടി പോകുന്നത്? അങ്ങനെ ഞാൻ ഒരിക്കലും ചെയ്യില്ല. എനിക്ക് എന്തായാലും അവരുടെ ഔദാര്യം വേണ്ട. സച്ചിയേട്ടനാണെന്നുണ്ടെങ്കിൽ അച്ഛമ്മയുടെ അടുത്ത് പണം ചോദിക്കുക എന്നുള്ള കാര്യത്തെ കുറിച്ച് പറഞ്ഞു. പക്ഷേ ഞാനത് വേണ്ട എന്നുള്ള കാര്യം പറഞ്ഞു. അതല്ലെങ്കിലും ശരിയാവില്ല മോളെ, പാവം അവര് ഈ പ്രായത്തിലും അവിടെ നാട്ടിൽ കിടന്ന് കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്, അവരെ ബുദ്ധിമുട്ടിക്കരുതെന്ന് പറയണേ. അത് തന്നെയാണ് അമ്മ ഞാനും പറഞ്ഞത്. ഇനിയിപ്പോ രേവതി, പണത്തിന് എന്താണ് ചെയ്യാ? നിനക്ക് മുമ്പ് ഒരു ഫൈനാൻസിന് പണം തന്നിട്ടുണ്ടായിരുന്നല്ലോ, അവിടെ നീ പോയി ചോദിച്ചോന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ. അവിടെ പോയിട്ടാണ് അമ്മ വന്നത്. അദ്ദേഹം പണം തരാൻ വേണ്ടി പറ്റില്ല എന്നുള്ള കാര്യം പറഞ്ഞു. അങ്ങനെ അവർ സംസാരിക്കുന്നതിന്റെ ഇടയ്ക്കാണ് ദേവു അങ്ങോട്ടേക്ക് കയറി വരുന്നത് കേട്ടോ. ചേച്ചി എപ്പോഴാ വന്നതെന്നൊക്കെ ചോദിച്ചിട്ട് അരികിലേക്ക് ചെല്ലുന്നുണ്ട്. അപ്പോഴേക്കും നമ്മുടെ ലക്ഷ്മി ആണെന്നുണ്ടെങ്കിൽ കടയിലേക്ക് പോകാനുള്ള തിരക്കാണല്ലോ. അതുകൊണ്ട് തന്നെ മോളെ, ഇനിയിപ്പോ ആരെടുത്താ പണം ചോദിക്കുക എന്നുള്ള കാര്യം ചോദിക്കുകയാണേ. അമ്മ, ഇനിയിപ്പോ ആരെടുത്ത് ചോദിക്കാനാന്നുള്ള കാര്യം എനിക്കും അറിയത്തില്ല. ശരി, എന്തായാലും ഞാൻ നോക്കാടി. പക്ഷെ ഇത്രയും പണമൊക്കെ നമ്മൾ വിശ്വസിച്ചിട്ട് ആരാണ് തരുക? എന്തായാലും എനിക്ക് പറ്റുന്നത് ഞാനും അറേഞ്ച് ചെയ്തുതരാം എന്നൊക്കെ പറഞ്ഞ് ലക്ഷ്മി കടയിലേക്ക് അങ്ങ് പോവാണ്. അത് കഴിഞ്ഞ് അത്രയും നേരമായിട്ട് എന്താ കാര്യം എന്നുള്ള കാര്യം നമ്മുടെ ദേവുവിന് അറിയില്ലല്ലോ. അതുകൊണ്ട് ചേച്ചിയുടെ അടുത്ത് കാര്യം അന്വേഷിക്കുന്നുണ്ട്. അങ്ങനെ രേവതി പറയുവാണ് കേട്ടോ, വലിയൊരു ഓർഡർ കിട്ടുന്നുണ്ട്, അതിന് 5 ലക്ഷം രൂപ പൂ കിട്ടുന്ന അവിടെ കൊടുക്കണം. 2 ലക്ഷം രൂപ ഞങ്ങളുടെ കയ്യിലുണ്ട്. 3 ലക്ഷം കൂടി അറേഞ്ച് ചെയ്യുന്ന കാര്യത്തെ കുറിച്ചാണ് കേട്ടോ പറയുന്നത്. ഹേമ താനുമായിട്ട് കോമ്പറ്റീഷൻ നടത്തുന്ന കാര്യങ്ങളെ കുറിച്ചൊക്കെ ദേവുവിന്റെ അടുത്ത് പറയുന്നുണ്ട്. ഇത് കേൾക്കുമ്പോൾ ദേവു ആണെന്നുണ്ടെങ്കിൽ ഒരിക്കലും ചേച്ചി ആ ഓർഡർ വിട്ടു കൊടുക്കരുത്, ചേച്ചി തന്നെ അത് ചെയ്യണം, അത് തന്നെയാണ് എന്റെ ആഗ്രഹം. പക്ഷെ എന്ത് ചെയ്യാനാണ്, അത്രയും പണം നമ്മുടെ കയ്യിലില്ലല്ലോ എന്ന് പറയുവാണേ. ചേച്ചിക്ക് പണം ഞാൻ തരാം. നീ തരാന്നോ? നിന്റെ കയ്യിൽ എവിടുന്ന് അത്രയും പണം? ചേച്ചി, എന്റെ കല്യാണ ആവശ്യത്തിന് നിങ്ങളാരും ബുദ്ധിമുട്ടരുതെന്ന് കരുതിയിട്ട് ഞാനും കുറച്ച് സേവിങ്സ് ഒക്കെ വെച്ചിട്ടുണ്ട്. അത് മാത്രമല്ല, എന്റെ ബാങ്ക് അക്കൗണ്ടിലാണെന്നുണ്ടെങ്കിൽ വേറെ കുറച്ച് പണമുണ്ട്. അതെല്ലാം എടുത്ത് ഏകദേശം 2 ലക്ഷത്തിന് മുകളിലായിട്ടൊരു എമൗണ്ട് ആണ് കേട്ടോ നമ്മുടെ ദേവു പറയുന്നത്. ചേച്ചി ആ പണം കൊണ്ടുപോയിട്ട് അഡ്വാൻസ് കൊടുക്ക്, ചേച്ചിന്റെ കയ്യിലുള്ളതും കൂടി എടുത്തിട്ട്. പിന്നെ കുറച്ച് പണത്തിന് കൂടിയല്ലേ ആവശ്യമുള്ളൂ, അത് ഞാൻ എന്റെ ഫ്രണ്ട്സിന്റെ ആരുടെന്നെങ്കിൽ മേടിച്ചു തരാമെന്ന് പറയുന്നുണ്ട്. ഈ ദേവു വേണ്ട, നീ എന്തായാലും ഈ ഒരു പ്രായത്തിലും ജോലിക്ക് പോയിട്ട് എല്ലാവരും ഡ്രസ്സ് മേടിക്കണം, അത് മേടിക്കണം എന്നൊക്കെ വിചാരിക്കുക. പക്ഷെ നീ ആണെന്നുണ്ടെങ്കിൽ ഇത്രയും പക്വതയോട് കൂടിയിട്ട് ഓരോ കാര്യങ്ങൾ ചെയ്യുന്നുണ്ടല്ലോ, അതിലെനിക്ക് അഭിമാനമുണ്ട്. പക്ഷെ നിന്റെ പണമൊന്നും എടുക്കണ്ട എന്നുള്ള കാര്യമാണ് കേട്ടോ രേവതി പറയുന്നത്. അത് ചേച്ചി എന്ത് വർത്താനാ പറയുന്നത്? ചേച്ചിക്ക് വേണ്ടിയിട്ട് ഞാനല്ലാതെ പിന്നെ ആര് പണം തരാനാണ്? ചേച്ചി എന്തായാലും അഡ്വാൻസ് കൊടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ ആ പണം എന്തായാലും തിരികെ കിട്ടുന്നതല്ലേ. ഓർഡർ ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ആ പണം എന്തായാലും ചേച്ചിക്ക് തിരികെ കിട്ടുമല്ലോ, പിന്നെ എന്താണ് പ്രശ്നം? അപ്പോൾ എനിക്ക് തന്നാ മതി ചേച്ചി എന്ന് പറയുവാണ് കേട്ടോ. ചേച്ചിക്ക് ഞാൻ പണം തന്നാ വാങ്ങില്ലേ എന്നുള്ള കാര്യം കൂടി ചോദിക്കുമ്പോൾ, ശരി, ഞാൻ ഓർഡർ കഴിഞ്ഞതിന് ശേഷം നിനക്ക് എത്രയും വേഗം തന്നെ ആ പണം തിരിച്ചു തരാം. അങ്ങനെയാണെങ്കിൽ ചേച്ചി ബാക്കിയുള്ള പണത്തിനുള്ള അറേഞ്ച്മെന്റ്സ് ഞാൻ തന്നെ ചെയ്തോളാം. ഇന്ന് വൈകുന്നേരത്തിനുള്ളിൽ തന്നെ ചേച്ചിക്ക് ഞാൻ ആ പണം ശരിയാക്കി തരാം എന്ന് പറയുവാണ് കേട്ടോ. അത് കേൾക്കുമ്പോൾ രേവതിക്കും ഭയങ്കരമായിട്ട് സന്തോഷമാവുന്നുണ്ട്. ഒരിക്കലും ദേവുവിന്റെ കയ്യിൽ ഇത്രയും പണം ഉണ്ടാവുമെന്ന് വിചാരിക്കില്ലല്ലോ. ദേവു ആണെന്നുണ്ടെങ്കിൽ അരുണിനെ കല്യാണം കഴിക്കണം, അതിന് മറ്റുള്ളവരെ ആരും ബുദ്ധിമുട്ടിക്കരുതെന്ന് കരുതിയിട്ടൊക്കെയാണ് പണം സേവ് ചെയ്ത് വെച്ചിരിക്കുന്നത്. അത് ഇപ്പൊ രേവതിക്ക് ഒരു ഉപകാരമായി. എന്തായാലും ചന്ദ്രമതിയും അതുപോലെ തന്നെ ഹേമയും കൂടി ചേർന്ന് വിചാരിക്കുന്നത് നമ്മുടെ രേവതിയെ കൊണ്ട് പണം അറേഞ്ച് ചെയ്യാൻ വേണ്ടി പറ്റില്ല എന്നുള്ള കാര്യമാണ്. എന്നാൽ അവരെല്ലാവരെയും ഞെട്ടിച്ചുകൊണ്ട് തന്നെ നമ്മുടെ രേവതി പണം അറേഞ്ച് ചെയ്യുകയും ആ ഓർഡർ തനിക്ക് തന്നെ കിട്ടാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങളെല്ലാം ചെയ്യുകയും ചെയ്യുന്നുണ്ട് കേട്ടോ. പക്ഷെ ഇതൊന്നും കൊണ്ട് നമ്മുടെ ഹേമ അടങ്ങത്തില്ലല്ലോ. ഹേമ വേറെ ഒരുപാട് പണികൾ ചെയ്യുന്നുണ്ട്. അത് മാത്രമല്ല, നമ്മുടെ രേവതി ആ പണവുമായിട്ട് വീട്ടിൽ നിന്ന് ഇറങ്ങുന്ന കാര്യത്തെക്കുറിച്ച് ഹേമയുടെ അടുത്ത് വിളിച്ചു പറയുകയും ഹേമയുടെ ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ആ പണം രേവതിയുടെ കയ്യിൽ നിന്ന് എടുത്തുകൊണ്ട് പോവുകയൊക്കെ ചെയ്യുന്നുണ്ട്. പക്ഷെ സച്ചിയും അതുപോലെ വർഷയും ശ്രീകാന്തും എല്ലാവരും കൂടി ചേർന്നിട്ട് ഹേമയെ കുരുക്കി ചന്ദ്രമതിയുടെ മുഖത്തടിച്ചതുപോലെ പണം തിരികെ കൊണ്ടുവരികയും അങ്ങനത്തെ ഒരുപാട് നല്ല നല്ല സീനുകളാണ് കേട്ടോ ഇനി വരാൻ വേണ്ടി പോകുന്നത്. ആ എപ്പിസോഡിന്റെ വിശേഷങ്ങൾ കേൾക്കാൻ താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ നെക്സ്റ്റ് എപ്പിസോഡിന് കമന്റ് ചെയ്യണേ. താങ്ക്